ഹലോ ഗേസ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് കൊല്ലം നീണ്ടകര ഫിഷ് ഹാർബറിലാണ്. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറുവാണ് കേട്ടോ. ഉള്ളിലേക്ക് കയറിയതും ആദ്യമേ കണ്ടത് കൊട്ടയിൽ ഇങ്ങനെ മീൻ അടുക്കി വെച്ചേക്കുന്നതാണ്. കുറേ മീനുകളുണ്ട്. എവിടേക്ക് നോക്കിയാലും മീൻ മാത്രമേ ഉള്ളൂ. മീൻ മാത്രം. ഇതിപ്പോൾ നോക്കിക്കേ, നിറച്ചും കൊട്ടയിൽ നിറച്ച് ഒരു കൊട്ട നിറച്ച് മീനാണ്. നിറച്ച് മീൻ അങ്ങോട്ട് പുറത്തേക്കൊക്കെ കൊണ്ടുപോവാണ്. ഇതുവഴി സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ എന്താണേലും തെന്നി വീഴും. കാരണം ഐസ് വെള്ളവും മീൻ വെള്ളവും എല്ലാം കൂടെ മിക്സാണ്. അപ്പോൾ കുറേ കണ്ടിട്ടില്ലാത്ത വലിയ അലൂമിനിയം പാത്രങ്ങൾ, ചരുവങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതൊക്കെ നമ്മൾ ഫിഷ് നമ്മുടെ ബോട്ടിൽ നിന്ന് ഇറക്കുന്നുണ്ട്, അതേസമയം തന്നെ പുറത്തേക്കും കൊണ്ടുപോകുന്നുണ്ട്, ലേലം വിളിക്കുന്നുണ്ട്, എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്ക്, ബോട്ടിൽ നിന്ന് ഇറക്കിയ മീനാണ്. എല്ലാം വാരി ഓരോ പാത്രത്തിലാക്കിയും ചരുവത്തിലാക്കിയൊക്കെ വെക്കുവാണ്. പിന്നെ സൈഡിലൊക്കെ ചേച്ചിമാരിരുന്ന് മീൻ വിൽക്കുന്നുണ്ട്. എന്നെ ചേച്ചിമാരെ മീൻ വാങ്ങിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ആദ്യം ചുറ്റി കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതുവഴി നോക്കുമ്പോൾ മുന്നിൽ എന്തോ ഭയങ്കര ഒരു ആൾക്കൂട്ടവും സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ അത് ലേലം വിളിയായിരുന്നു. ഞാനിതുവരെ ലേലം വിളിയൊന്നും നേരിട്ട് കണ്ടിട്ടില്ല, സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരെ ആ ആൾക്കൂട്ടത്തിലേക്ക് ചെന്ന് കയറി. അവിടെ കണ്ടതും അയലമീനാണ്. അയലമീൻ ഇങ്ങനെ കൂട്ടി കൂനയായിട്ട് ഇട്ടേക്കുവാണ്, ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രഷ് അയലമീനാണ് കേട്ടോ. നമ്മളൊക്കെ ചെറിയ മീൻ കടയിൽ ഇങ്ങനെ അയലമീൻ കിടക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നെത്തോലിയും അതുപോലെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 1500, 1700 ആ ഒരു റേഞ്ചാണ് ഈ ഒരു കൊട്ടയ്ക്ക് ഇവർ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. നമുക്ക് വേഗം മനസ്സിലാകത്തില്ല. ആദ്യമായിട്ട് ഞാൻ കാണുമായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു അത്ഭുതം. കണ്ടവർക്ക് ഇതൊന്നും വലിയൊരു അത്ഭുതമായിരിക്കത്തില്ല. ഞങ്ങളുടെ ഇവിടെ ഒന്നും ഇതുപോലെ വലിയ ഹാർബറോ അങ്ങനെയൊന്നും ഇല്ല. കാരണം പത്തനംതിട്ടയാണ്. ഇവിടെ കടലോ കായലോ അങ്ങനെയൊന്നും ഇല്ല, ഇങ്ങനെ ഫിഷ് ഹാർബറൊന്നും ഇല്ല. അപ്പോൾ എനിക്കിത് കണ്ടപ്പം വലിയൊരു അത്ഭുത കാഴ്ച പോലെ തന്നെയാണ് തോന്നിയത്, ഇവിടുത്തെ പരിസരവും എല്ലാം. അങ്ങനെ ഞങ്ങളും അയലമീനാണ് വാങ്ങിച്ചത് കേട്ടോ. ഇന്ന് കൂടുതലും അവിടെ അയലമീനായിരുന്നു, കൂടുതലും അയലമീനും നെത്തോലിയുമായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിങ്ങനെ നടക്കുമ്പം ഇവിടെ കണ്ടത് ഈ അച്ഛൻ കൊഞ്ചാണ് കേട്ടോ. കൊഞ്ചാണ് ആ ബക്കറ്റിൽ സെറ്റാക്കുന്നത്. നല്ല സെറ്റപ്പായിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ മുന്നേക്ക് വരുമ്പം കുറേ അമ്മമാരും അച്ഛന്മാരും ഇരുന്ന് ഞണ്ടുകളിൽ നിന്ന് ഉള്ള പൊടി മീനുകൾ പറക്കിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ വേസ്റ്റുകളാണ് കേട്ടോ. നിറച്ചും ഞണ്ടാണത് മുള്ള്. പിന്നെ കുറേ ആൾക്കാർ ലേലം വിളിച്ച മീനായിരിക്കും, അത് അവരുടെ വണ്ടിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. ഇത് നിറച്ചും നെത്തോലി മീനാണ് കേട്ടോ, ചെറിയ നെത്തോലി. ഇവിടെ നിറച്ചും കുറേ വേസ്റ്റ്. ഇത് മൊത്തം ഞണ്ടുകളും കല്ലുമ്മക്കായും അങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. കക്ക അങ്ങനത്തെ കുറേ ടൈപ്പ് സാധനങ്ങളാണ് അവിടെ വേസ്റ്റായിട്ട് കിടക്കുന്നത്. പിന്നെ അങ്ങനെ വന്നപ്പോൾ ഐസ് വരുന്നത് കണ്ടു. ഇതൊക്കെ ആദ്യ കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച മീനിനകത്തോട്ട് കുറച്ച് ഐസ് ഇട്ട് വാങ്ങിച്ചു. കാരണം ഞങ്ങൾക്ക് അവിടെ വരെ കൊണ്ടുപോകേണ്ടതല്ലേ. അപ്പോൾ അവിടെ വരെ എത്തുമ്പോഴത്തേന് ചീത്തയായാലോ എന്ന് ഓർത്ത് ഞങ്ങളും ഐസ് വാങ്ങിച്ചിട്ട് പുറത്തേക്ക് പോയി. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇറങ്ങി വരുമ്പം ഈ ഐസ് വെള്ളം കൂടെ നമുക്ക് നമ്മുടെ വണ്ടിയിൽ വെക്കാൻ പറ്റത്തില്ലല്ലോ, ഇതെന്താണേലും വലിയ. അപ്പം ഞങ്ങൾ പുറത്തേക്ക് നോക്കിയപ്പം ഒരു കട കണ്ടു കേട്ടോ. ആ കടയിൽ ഇങ്ങനെ ബക്കറ്റ്, ബോക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ആ കടയിലേക്ക് പോയി ഇതുപോലെ ഒരു ബക്കറ്റ് വാങ്ങിച്ച് ഞങ്ങളുടെ മീൻ ആ ബക്കറ്റിൽ സേഫാക്കി. അപ്പം ഇനി വരുന്നവരൊക്കെ ബക്കറ്റ് കൊണ്ട് വരുവാണെങ്കിൽ നല്ലതാണ്. ഇതുപോലെ ബക്കറ്റൊന്നും പുതിയത് വാങ്ങിക്കേണ്ട വരത്തില്ല. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ കഴിഞ്ഞു. ബൈ ബൈ.